അറിയോ സംഗതി? അതിന് വെസ്റ്റേണിൽ പറയുന്നത് പ്ലാൻസ് എന്നാണ്. അത് ഒരേ ഈ കീർത്തനങ്ങളെ സംബന്ധിച്ചാകുമ്പോൾ ഒരേ വരി തന്നെ പലതവണ ആവർത്തിക്കുമ്പോൾ ഒരേപോലെ പാടുന്നതിന് വലിയ പ്രസക്തിയില്ല. അപ്പം അത് ഈ സംഗീതജ്ഞൻ്റെ പാടുന്ന ആളുടെ തൊണ്ടയുടെ വഴക്കവും അയാളുടെ താളനിബദ്ധതയും ഒക്കെ കൊണ്ട് അതിനെ ആ രാഗത്തിൽ നിന്നും താളത്തിൽ നിന്നും പോകാതെ വ്യത്യസ്തങ്ങളായി പാടുന്നതിനാണ് സംഗതികൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ലൈറ്റ് മ്യൂസിക്കിലൊക്കെ സംഗതികൾ എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കീർത്തനം കൊടുത്താൽ പല ടൈപ്പ്, അത് ഇപ്പം ഇവർക്കൊക്കെ അറിയാൻ പറ്റും, പാട്ട് പഠിക്കുന്ന അവർക്കറിയാൻ പറ്റും, മ്യൂസിക് പഠിക്കുന്നവർക്കത് ഗണപതിം ഭജേ ഹം സരി സരി, അതാണ് ആദ്യത്തെ പ്ലാൻ. ഗണപതിം ഭജേ ഹം, അത് 2 തവണ പാടി, ഒരു 3 തവണയും 4 തവണ അത് തന്നെ പാടിക്കൊണ്ടുവന്ന രഘുപുത്രൻ എന്നെ ആദ്യം കല്ലുപിടിച്ചത്. വാദാഭി ഗണപതിം ഭജേ ഹം, വാദാഭി ഗണപതിം ഭജേ, അത് 2ആയി നിർത്തിക്കോ അല്ലേ. 3ാമത്തെ വാദാഭി ഗണപതിം, പറഞ്ഞത് അത് തന്നെയാണ്, വാദാഭിയിലുള്ള ഗണപതിയെ ഭജിക്കുന്നു. വാദാഭി ഗണപതിം ഭജേ ഹം, വാദാഭി ഗണപതിം ഭജേ ഹം, അത് 2ആയി. ഇനി അടുത്ത സംഗതി വാദാഭി ഗണപതിം ഭജേഹം, വാദാഭി ഗണപതിം ഭജേഹം, അത് 2. വാദാഭി ഗണപതിം ഭജേ. ഇപ്പൊ ഞാനിപ്പോ പാടിയ സംഗതി ഈ മൗത്ത് കുറച്ചുകൂടി ക്ലോസ് ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അവിടെ വേറൊരു ഫീലാണ് ആ ശബ്ദം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈക്ക് നമ്മുടെ വോയിസിന്റെ ഡെപ്ത് അനുസരിച്ച് ക്രമീകരിച്ച് പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കരുത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. ആ ചെക്കനെ അവനവിടെ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അത് ഇത് കുറക്കൊന്നുമില്ല, നമ്മൾ കൃത്യമായിട്ട് പാടിയാൽ മതി. സൗണ്ട് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അവന് തന്നെ കുഴപ്പം. അതുകൊണ്ട് അവനത് വൃത്തിയായിട്ട് ചെയ്തോളൂ. അതാണ് സംഗതികൾ പാടുന്നതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഈ കോമൺ ടൈമിങ്ങിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. അപ്പൊ അതൊക്കെ വ്യക്തമാവണമെങ്കിൽ ഇത്തിരി മൈക്ക് ഇങ്ങനെ ഇരിക്കണം. ഓരോ പാട്ടിലും ഇങ്ങനെ പ്ലാൻസ് സംഗതികളുണ്ടല്ലോ. സൗണ്ട് ഇപ്പൊ ഈയിടെയൊക്കെ വലിയ വിവാദം ഉണ്ടായി. ഒരു സൗണ്ടുകാരനെതിരെ ആക്രോശിക്കുന്നത്. അത് എന്താണ് പുള്ളിയെ അതിലേക്ക് നയിച്ച ചേതോപികാരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സൗണ്ടുകാരനും വന്ന് സൗണ്ട് മോശമാക്കണമെന്ന് വിചാരിച്ച് ചെയ്യില്ല. അയാളുടെ തൊഴിൽ അയാളൊരു ഉഗ്ര ആർട്ടിസ്റ്റ് ആയിരിക്കും. നമുക്ക് കേരളത്തിൽ ഒരുപാട് സൗണ്ട് ഓപ്പറേറ്റർമാർ, സൗണ്ട് എഞ്ചിനീയർമാരെയൊക്കെ അറിയാം.
sa ni dha pa sa ni dha pa ma ga re sa ma pa sa ma ma sa ma ma sa ma sa ni dha pa ma sa ni sa ya sa 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 ni dha pa ma pa da ni sa sa എന്ത് പാടില്ല ആ സായി വിട്ടുപോര് മാ പ ധ ni sa pa da ni sa ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേറെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്കെയിലാണ് നമ്മൾ പാടിയത്. ഇതുപോലെ ഈ സായും പായും ഒഴിച്ചുള്ള സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ സരിഗമ പദനി സാമാന്യ സായും പായും ഒഴിച്ചുള്ള രി ഗ മ ധ നി ഇത് പല രാഗങ്ങൾക്കും പലതായിരിക്കും. 10 രാഗങ്ങൾക്ക് ഒരേ രീ ഉണ്ടാവും, 100 രാഗങ്ങൾക്ക് ഒരേ രീ ഉണ്ടാവും. പക്ഷെ അതിന്റെ മാറ്റം വന്ന് ചിലപ്പോൾ ഗായായിരിക്കും അല്ലെങ്കിൽ മായായിരിക്കും. രി ഗ മ ധ അത് മാറുന്നതനുസരിച്ചാണ് സ്വഭാവം മാറുന്നത്. ഇപ്പൊ നമ്മൾ പാടിയ സ രി ഗ മ പ ധ നി സ പിന്നെ നീ ഒന്ന് മാറ്റിയോ നോക്കിയാ നിഷാദം സരി ഗ മ പ ധ നി സ നീ മാറിയപ്പോ അതിന്റെ സ്വഭാവം മാറി പറയാ സരി ഗ മ പ ധ നി സ ആദ്യം പാടിയതിനെ നീയാണ് ചെറുതാക്കിയത്. മറ്റേതെങ്ങനെ എഴുതാൻ പദ നീ സ സാ നി ധ പ
ആദ്യം പാടിയ രാഗം മായാമാളവ് ഗൗള, ഏറ്റവും ടഫായിട്ടുള്ള രാഗമാണ്. സരി പാദ നീ സ ആ റൂട്ടിലുള്ള ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? അല്ല, അതൊക്കെ തീയൊക്കെ വ്യത്യാസമുണ്ട്. പവനരച്ചെഴുതുന്ന കോലങ്ങളിൽ മായമുളകുള്ള മഞ്ഞക്കിളി തരക്കിളി മയിൽപ്പീലിക്കാവിലെ വർണ്ണക്കിളി, അതൊക്കെ മായമുളകവിടെ രാത്രി വരുന്നതാണ്. അപ്പൊ നമ്മൾ നിഷാദം മാറ്റി ചെറുതാക്കിയത. സരിഗമപദനി സനിത പമഗരി സ അവരെ പാട്ടാം. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ടവിൻ തടാകമേ നരസാക്ഷികൾ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേന്റെ ഹൃദയത്തിൽ, നീ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അതിന്റെ പേരാണ് ബഹുളാഭരണം. ബഹുളാഭരണം എന്നാണ്. മറ്റേത് മായമുളക് കൂടെയാണെങ്കിൽ ഇത് ബഹുളാഭരണം. അങ്ങനെ ഓരോ രാഗം കൂടിയൊക്കെ അറിഞ്ഞിരുന്നാൽ ഓരോ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നീലരാവിൽ എന്ന് പറഞ്ഞാൽ നീലരാവിലെന്നു നിന്റെ, അത് ഇതിൽ വന്ന ലീയല്ല. അത് അങ്ങനെ രാഗങ്ങളും കൂടിയൊക്കെ നിങ്ങൾ കുറെ കേട്ടാൽ തന്നെ പെട്ടെന്ന് ഒരു പാട്ടിലേക്ക് കൂടെ മനസ്സിലാവും. ഒരു താളം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാട്ടാരെ പാടില്ല, സുറുമ എഴുതിയ മിഴികളെ പ്രണയ മധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ പാടിയോ? സൂര്യകാന്തി പൂക്കളെ അതെന്താ താളം? റാക്കിൽ അതിന്റെ ഓർക്കസ്ട്ര കറക്റ്റായിട്ട് പാടും. ഒരടി വിട്ടുപോയാലൊക്കെ നമുക്ക് പാടാം. ഈ താളം അറിഞ്ഞിരുന്നാൽ മതി.
അക്ഷരങ്ങളുള്ള ഒരു താളമാണ്. 7-8, അതായത് 1 2 3 1 2 3 4 സാധാരണ പാട്ടുകൾ വരുന്ന താളങ്ങൾ 7-8. 4/4 അല്ലെങ്കിൽ 2/4 എന്ന് പറയും. അതാണ് സാധാരണ നമ്മുടെ കോമൺ ടൈമിങ്. അതൊക്കെ പറഞ്ഞത് കോമൺ ടൈമിലാണ്. 1 2 3 4 1 2 ആ ക്രമത്തിലാണ്. പിന്നെ വന്നത് ഇപ്പൊ എന്തിനു വേറൊരു സൂര്യോദയം പാടിക്കോ. എന്തിനു വേറൊരു സൂര്യോദയം സന്ധ്യയല്ലേ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. അത് വേറൊരു താളമല്ല. നമ്മൾ 2 താളം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇത് അറിയാൻ മാർഗം. ഇതിന്റെ പേര് 3/4 3/4. 1 2 3 1 2 3 1 2 3 1 2 3 അങ്ങനെ 4 എണ്ണം വരുമ്പോഴാണ് അതിൻ്റെ ഒരു താളം അവിടെ. അതാണ് 3/4 എന്ന് പറഞ്ഞത്. അതിന്റെ മാത്രകൾ 3 ആയിരിക്കും. 3 ഉള്ള 4 എണ്ണം. 1 3 3 1 2 3 1 2 3 1 2 3 1 2 3. കണക്ക് പ്രകാരം 1 2 3 1 2 അങ്ങനെ നിർത്താൻ പാടില്ല. പാട്ട് തീരുമ്പോൾ 4. ഇപ്പൊ അങ്ങനെ നോക്കാറില്ല. പക്ഷെ ശരിക്കും അതാണ് അതിൻ്റെ ഒരു അളവ്. 1 2 3. ഇപ്പൊ എന്തിനൊക്കെ പാടി കറക്റ്റ് അത്ര വന്ന് നിൽക്കും. പിന്നെ ഉള്ളൊരു സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു താളമാണ്. ഉദാഹരണത്തിന് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത്. വേണ്ട. സൗപർണികാമൃത വീരികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാകും എൻ മനം തേടും നിന്റെ പാതാര ബിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമേ കൽവിളക്കി കനകാകുരമായി തെളിയേണം നീ എന്ന നാളമായി തെളിയേണം. 5/8 അല്ലെ? 5/8 മലയാളത്തിൽ പറയുന്ന പേരാണ് ഖണ്ഡചാപ്പ്. ഖണ്ഡം എന്ന് പറഞ്ഞാൽ 5 അക്ഷരം വരുന്ന അർത്ഥമുള്ളൂ. ചാപ്പ് എന്ന് പറഞ്ഞാൽ അടി എന്ന അർത്ഥം. ബീറ്റ്. മിശ്രചാപ്പ്, ഖണ്ഡചാപ്പ്, തിസ്രചാപ്പ് എന്നൊക്കെ പറഞ്ഞ അത്രേ ഉള്ളൂ. പ്രധാനമായിട്ട് ഇത്തരം താളങ്ങളിലെ വരുന്നത്. പിന്നെ ചില മഹാവിദ്വാന്മാര് ഈ താളമാണെന്ന് തോന്നിക്കാതെ ആദ്യ താളം കോമൺ ടൈമിങ് പാട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ യവന സുന്ദരി എന്ന് എടുത്തു. അതിന്റെ നട കിടക്കണേനെ തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട നടക്കണം. യവന സുന്ദരി സ്വീകരിക്കുകീ തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക അങ്ങനെ കിടക്കണത്. ഒന്നും നോക്കണ്ട. ആദ്യതാളം പിടിച്ച പാടാ പാട്. സുന്ദരി സ്വീകരിക്കുകീ പവിഴ മല്ലിക പൂകൾ പ്രേമതപസിരുന്നവ
4x4 തന്നെയാണ്. അതിൻ്റെ നട അത് നമ്മുടെ കൺഫ്യൂഷൻ ആകാനാണ്. അതുപോലെ പിന്നെ വരുന്ന വളരെ കുറച്ച് പാട്ടുകളുള്ളതാണ് 1 2 1 2 3 4 1 2 1. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നും പറന്നകന്നോ പൈങ്കിളി മലത്തെങ്കിളി, പൈങ്കിളി മലത്തെങ്കിളി, ദേവകന്യകൾ സൂര്യതമ്പുരു കേട്ടുന്നു. 1 2 1 2 3 4 അക്ഷരമുണ്ട്. 1 2 1 2 3 4 1 2 1 2 3 4 6/4. 1 2 1 2 3 4 1 2 1 2 3. അതിന് മലയാളത്തിൽ പറയുന്നത് എന്താ? രൂപകതാളം. അങ്ങനെ കുറെ താളക്രമങ്ങളും ഈ അതുപോലെ തൊണ്ട അനങ്ങാനുള്ള എക്സസൈസുകളും ചെയ്ത് കുറച്ചും കൂടി നമുക്ക് അനായാസനെ പാടാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, നമ്മൾ കറക്റ്റായിട്ട് പാടി റെഡിയായിട്ട് കൊണ്ടുവന്ന പാട്ടാണല്ലോ ഇവിടെ നമ്മൾ പാടുന്നത്. ഈ 10 പേർക്കും 10 കാഴ്ചപ്പാടുകളാണ്. ഒരാൾ കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അങ്ങനെ എല്ലാം പറയുമ്പോൾ അത് നമ്മളത് അംഗീകരിക്കാൻ കൂടി വേണം. പരസ്പരം ഒരു കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ. രാജേഷ് മറ്റൊന്ന് പാടിയത് ഇത്രയും കൂടി ശരിയാക്കണമെന്നേ. അതുകൊണ്ട് നേരെ അങ്ങനെ ഇതാണല്ലോ ശരിയെന്ന് പറഞ്ഞ് എടുത്ത് ഫോണെടുത്ത് കേൾപ്പിക്കരുത്. ആരായതല്ലേ, നമ്മളെല്ലാം തികഞ്ഞവരല്ലേ. ഇപ്പൊ എല്ലാവർക്കും ന്യൂനതകൾ കുറവുകളുണ്ടാവും, പല പല കുറവ്. നമ്മൾ കേട്ടും പഠിച്ചേക്കണ മനസ്സിലാക്കേണ്ടതായിരിക്കില്ല വേറെ ആള് മനസ്സിൽ. ഇപ്പൊ സുർമേഴുതിയൊക്കെ തന്നെ ഒറിജിനൽ കേട്ടില്ലേ? ദാസാർ പാടിയത്, ബാബുരാജ് പാടിയതുണ്ട് കേട്ടോണ്ടാ. ബാബുരാജ് പാടിയ സുർമേഴുതി വഴിയുണ്ട്. ഹാർമോണിയം വായിച്ച് പുള്ളി ഹാർമോണിയം തബലയും വെച്ച് പാടിയതുണ്ട്. അത് വേറൊരു ലോകത്തെത്തുന്നു. അതിൻ്റെ ഒരു അംശമാണ്. അത്ര സിനിമയ്ക്ക് വേണ്ടു. സിനിമയുടെ ഒരു സന്ദർഭത്തിന് അത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് വളരെ മിതമായിട്ട് ദാസനം. ഇത് മറ്റേതൊരു ബെൽഫിൽ പോലെ പാടുന്ന സമയത്ത് ബാബുരാജ് പാടിയത് അന്നത്തെ കാലത്ത് ഏതോ ബുദ്ധിമാൻ റെക്കോർഡ് ചെയ്തത്. ഇപ്പൊ അത് വിപണിയിലുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. സുറുമെഴുതി മിഴികളെ, പ്രാണസംഗീത ബാബുരാജ്, വാസ്തവന കടലിന്നലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഒന്ന് ഞാനാണ് കറക്റ്റ് എന്ന് വിചാരിക്കരുത്. കൂടുതലും ആളുകൾക്കുള്ളൊരു ഇവിടെയുള്ളവരുണ്ട്, ഇവിടെയുള്ളവർക്കൊന്നും അങ്ങനെയില്ല. പൊതുവെ പല സ്ഥലങ്ങളിൽ നമ്മൾ പാട് കറക്റ്റായിരിക്കും. റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് നോട്ടുമാരെ നമ്മളൊക്കെ ചെയ്യും. പക്ഷെ പാട്ട് നമ്മൾ ഒരാൾ കറക്റ്റ് ചെയ്ത് തരുമ്പോൾ അത് കേൾക്കണമെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ തന്നെ ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള എങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് പാടും. പിന്നെ അതുപോലെ പഠിച്ച് നല്ല കോൺഫിഡൻസ് ഉള്ള പാട്ടുകൾ പുറത്തു പോയി പാടാം. ഇവിടെ പാടുമ്പോൾ ഇതുപോലെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് അതങ്ങനെയല്ല. ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടെയൊക്കെ സമയമുണ്ടെങ്കിൽ അതുപോലെ പരസ്പരം പാടി കറക്റ്റ് ചെയ്യാനും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുള്ളൂ. ഞാൻ പാടുന്ന ഓക്കെ, ഞാൻ മതി, അത് മതി എന്ന് വിചാരിക്കരുത്. എന്തായാലും നിങ്ങളിപ്പോൾ എത്ര പേര് കുറേ സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും നന്നായിട്ട് പരസ്പരം ധാരണയോടുകൂടി ഒക്കെ പാടിയാൽ നന്നായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും തൊണ്ട ഒക്കെയുള്ള എക്സർസൈസ് ചെയ്യണം. അനായാസമായിട്ട് എല്ലാ സംഗതികളും പ്ലാൻസൊക്കെ വരും. പ്രാക്ടീസ് ചെയ്യണം. തൊണ്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒച്ച വന്നില്ല, അതിനുള്ള മരുന്നൊന്നുമില്ല. അതിൻ്റെ മരുന്ന് പ്രാക്ടീസാണ്. ഇരട്ടി മധുരമൊക്കെ കഴിച്ചാൽ പാടാൻ പറ്റുമെന്ന് ചോദിക്കും ചിലരെ. ഇരട്ടി മധുരം അടുപ്പിച്ച് കഴിച്ചാൽ വയറ് പ്രശ്നമാവും. പിന്നെ കഫക്കെട്ട് മാറില്ല. പരിപാടികളാകുമ്പോൾ പോയി ഇരട്ടി മധുരം കഴിക്കരുത്. രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കഫവും കൂടി തൊണ്ടയിൽ വന്നിരിക്കും. പാട്ടിൻ്റെ മരുന്ന് പാട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു പാട്ടൊരു 10 തവണയെങ്കിലും കേട്ടിട്ടാണ് നമ്മൾ പാടാൻ തുടങ്ങാവും. കാരണം അവരൊക്കെ പാടി വെച്ചേക്കുന്നതിൻ്റെ ഒരു ആത്മാവേ അത് മനസ്സിലാവില്ലല്ലേ. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എഴുതിയെടുത്ത് ഒപ്പം പാടും. അങ്ങനെയല്ല, ഒരു 10-15 തവണ ആ പാട്ട് കേൾക്കണം. അതുപോലെ പാടാത്ത പാട്ടുകളൊക്കെ എടുക്കാൻ ശ്രമിക്കും. നമ്മൾ പാടാത്ത ഒരുപാട് പാട്ടുകൾ അതിൽ ട്രാക്ക് കിട്ടുമെന്നറിയില്ല. ഈ
നമ്മുടെ ഇടക്ക് പ്രതിപാദിക്കാറുള്ള ചില പാട്ടുകളില്ലേ, അധികം പ്രചാരത്തിലില്ലാത്ത പാട്ടുകളുണ്ട്. അങ്ങനത്തെ പാട്ടുകളൊക്കെ എടുത്ത് പാടണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൗഗന്ധികളെ എന്നുള്ള പാട്ടൊന്നും ആരും പാടാറില്ല അധികം, അല്ലേ? അത് രണ്ടുപേരും പാടിയിട്ടുണ്ട്. അതുപോലെ ഒരു സദസ്സിൽ ഒരിക്കലും ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ആര് പാടിയതാ ഇഷ്ടം എന്ന് ചോദിച്ചു. എനിക്ക് യേശുദാസ് പാടിയാണ് ഇഷ്ടം, ചേതന പാടിയ പോലെ തന്നെ. അതാണ് എൻ്റെ ഉത്തരം. അല്ലേ? അതല്ല എൻ്റെ ഉത്തരം. രണ്ട് പ്രതിഭകളല്ലേ ഓരോരുത്തർ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ സ്വീകരിക്കുന്നത്. ഞാനൊരു പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ മധുബാലകൃഷ്ണൻ പാടും, വേറെ പുറത്ത് ബിജുനാരായണൻ പാടും. അവർ രണ്ടുപേരും സ്വീകരിച്ച് രണ്ടും വിഷയത്തിലേക്ക് ഇട്ടു കൊടുക്കും. രണ്ടിന്നും പറയുന്നത് നല്ല ആരാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഈ രവിക്കുട്ടൻ ഒരു പാട്ട് പാടുന്നു, അത് ആ ഒറിജിനൽ പാടിയേക്കുന്നത് മാക്സിമം കേട്ട് കുറേ തവണ കേട്ടിട്ട് പാടാൻ ശ്രമിക്കുന്നു. പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കാം അധികമേ. പിന്നെ അറിയാണ്ട് വന്നു പോകും. ഇപ്പം യേശുദാസിൽ പാടിയ പാട്ടുകൾക്ക് പാടുമ്പോൾ ചില ആ ഒരു സ്വാധീനം ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷെ ഈ 80 വയസ്സ് കഴിഞ്ഞ് യേശുദാസിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഈ കൊച്ചിൻ റിഫൈനറിയിലെ ഒരു കോമ്പറ്റീഷന് മാർക്കിടാൻ പോയാണ്. എൻ്റെ അവസാനത്തെ മാർക്കിട്ടിലായിരുന്നു. വന്ന ഒരു 7 പേര് മറ്റേ പാട്ടാ പാടിയത്. മറന്നു പോ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. പുള്ളി പ്രായമായി മനുഷ്യൻ പാടിയത് വന്നിട്ട് ഈ 7 പേര് ഇത് തന്നെ. ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ 7 പേരും വന്നിട്ട് അവര് വിശ്വാസനെ ആവാഹിച്ച് എട്ടങ്ങൾ വന്ന അവനവന്റെ ശബ്ദത്തിൽ പാടിയ പോലെ. അപ്പൊ അതിൻ്റെ ഒരു നമ്മുടെ ശബ്ദത്തിൽ പാടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, സ്വാധീനം വേണം. യേശുദാസിന് അനുകരിക്കാൻ കൊള്ളില്ലാത്ത ആളൊന്നുമല്ല. യേശുദാസിന് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ അനുകരിക്കാം. നിങ്ങൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പാഠം ശ്രദ്ധിച്ചു വന്നു. ഒരുപാട് നമുക്ക് മാതൃകയാക്കാനുള്ള ഇമോഷൻസ് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഒരു മാത്രം വെറുതെ നിനച്ചു പോയി, അവിടെ ഒന്നുമില്ല. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ, ഉണ്ടായില്ല സംഗതിയുണ്ട്. അരികിൽ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ഒരു മാത്ര വെറുതെ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ലാലലല താരിരേ ധാരരിരാരിരാരിര ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളിൽ ചിറകടിച്ചു. ഗീതികളിൽ ചിറകടിക്കേ ഒരു മാത്രം വെറുതെ നിനച്ചു. അത് വെറുതെയാണ്, അതിലൊന്നുമില്ല. ഒരു മാത്രം വെറുതെ നിനച്ചു. അതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അനുകരിക്കാൻ പറ്റില്ല. നമുക്ക് മാതൃകയാക്കാം, വിശ്വാസമാക്കാം. പിന്നെ പ്രധാനമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഈ പ്രാക്ടീസ് ചെയ്യും. തൊണ്ടക്കുള്ള വ്യായാമങ്ങളെ ഇപ്പൊ നമ്മൾ പാടിയില്ലേ, എക്സർസൈസുകൾ ഇഷ്ടം പോലെ എക്സർസൈസുകളുണ്ട്. നമുക്ക് റേഞ്ചിൽ ചിലരുടെ വോക്കൽ കോഡിന്റെ ഒരു ഘടനയ്ക്ക് അനുസരിച്ചും പിന്നെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കും ഇതിന്റെ വഴക്കം. ചിലർക്ക് ഏത് സാഹചര്യത്തിലും ഏത് റേഞ്ചും പാടാൻ പറ്റും. ചിലർക്ക് ചോട്ടിലേക്ക് ബേസിലേക്ക് കിട്ടൂല, ആ നോട്ട് കിട്ടൂല, സാധന ചിലർക്ക് കിട്ടൂല. അപ്പൊ അവരുടെ അതിന്റെ ഘടനയാണ്, അവരുടെ വോയിസിന്റെ അവരുടെ കുഴപ്പമില്ലത്. അപ്പൊ അവരെന്ത് ചെയ്യണം,
അതിന് പറ്റിയ പാട്ടുകൾ സെലക്ട് ചെയ്യാം. നമുക്ക് കിട്ടാത്ത റേഞ്ചിന് ഉണ്ടാക്കൽ പണിയാണ്. നമുക്ക് ആ ഉള്ള കിട്ടുന്ന റേഞ്ചിന് ഉള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടാം. പിന്നെ അതുപോലെ ഈ പിച്ച് ഇങ്ങനെ ട്രാൻസ്പോസ് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഈ സാങ്കേതിക വിദ്യ ഇത്ര വളർന്നുകൊണ്ടേ പിച്ച് ഒരുപാട് ട്രാൻസ്പോസ് ചെയ്ത് പാടുന്നത്. ഇപ്പൊ ട്രാൻസ്പോസ് ചെയ്ത് തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കരോക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ കിട്ടൂല, ഹൈ കിട്ടൂല. ഒരു നോട്ടൊക്കെ കുറച്ച് തരും. പാട്ടിന്റെ ടോട്ടൽ ഫീൽ പുലരിത്തു മഞ്ഞ തുള്ളിയിൽ എന്നുള്ള പാട്ട് ആ പിച്ചിന് പാടിയാൽ നമുക്ക് മനസ്സിലാവും. മേടമാസ പുലരി കായലി ആടിയും കതിരാടിയും നിന്നീല നയന താനനാരി മേടമാസ. അത് കൂടുതൽ ആ പിച്ച് ഇറക്കാൻ പറ്റില്ല. മേടമാസ പുലരി കായലി. അതുപോലെ ഒറ്റക്കമ്പി നാം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഒറ്റക്കമ്പി എന്നുള്ള പാട്ട് അതൊക്കെ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അപ്പൊ താഴ്ത്തി കിട്ടൂല. ഒറ്റക്കമ്പി എന്നുള്ള കിട്ടൂല. പിന്നെ നാദം മാത്രമേ കിട്ടുള്ളൂ. ഒറിജിനൽ പിച്ചിൽ പാടുന്നതാണ് അതിന്റെ ശരി. പ്രത്യേകിച്ച് ഫീമെയിലൊക്കെ പിച്ച് മാറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പൊ എന്തായാലും ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ അല്ലേ, ഇതുപോലെ അല്ല, നിങ്ങൾ ഇരുന്നിട്ട് പരീക്ഷകൾ ഇങ്ങനെ സ്വത്തൊണ്ടൊക്കെയുള്ള മരുന്ന് കൊടുത്ത് റെഡിയാക്കുക. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ 100% മുഖവിലക്ക് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് തിരിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അങ്ങനെയുള്ള ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. സാധാരണ പാട്ട് കേൾക്കാൻ പറ്റുന്ന പോലെ തന്നെ ആണ് വന്നത്. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചോദിക്കാം. മൈക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ട് പാടരുത്. മൈക്ക് ആട്ടിയില്ലെങ്കിലും തലയാട്ടും. ഇല്ല, ഞാൻ മൈക്ക് ആട്ടിയില്ലല്ലോ, തല ഏകദേശം ഒന്നാട്ടിയ മതിയല്ല. മൈക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കണം. ഈ മറ്റേ ജാനിയൊക്കെ ലൈവ് ആണെന്നാണോ മറ്റേ പന്തലിൽ കുടിച്ചിട്ട് പോലെ പാടണ ശിങ്കാരവേലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജാനകിയമ്മ പാടണ ലൈവ് പ്രോഗ്രാം കണ്ടിട്ടുണ്ടാകും. കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഈ തൊണ്ടയിലും അവരുടെ ഈ വോയിസിന്റെ ഹെഡിലേക്ക് പോകുന്നതും പിന്നെ ട്യൂണിന്റെ ആത്മാവാണ്. ട്യൂണിന്റെ ആത്മാവ് അങ്ങനെ കഴിയുന്നതും. പിന്നെ നമ്മളൊന്നും ഈ പറഞ്ഞ 24 മണിക്കൂർ പാട്ടുകാരും ഒന്നുമല്ല. ജോലിയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് 2 പാട്ട് പാടുന്നുള്ളൂ. അതൊരു കാരണം കൂടിയാണ്. അവിടെ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ടുണ്ടോ അവിടെ എല്ലാരും ഫ്രീ ആയിട്ടാ കടി. വെളിച്ചെണ്ണ പൊരിച്ച പരിപ്പോട വഴമ്പ് ഞാനൊക്കെ പോയി കഴിക്കാറുണ്ട്. എനിക്കിതൊരു ഫ്രീ ഒന്നിട്ടില്ല. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഈ മറ്റേ ഷാജനെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന എന്താണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ പാട്ട് കേട്ടിട്ടാണ് ഈ ജയത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. ആ ഒരു അതില് ഡെയിലി പാട്ട് ഓരോരുത്തർ പാട്ടൊക്കെ പാടിയിടും. പുള്ളിയൊക്കെ പാട്ട് പാടി. ഞാൻ ഇങ്ങനെ പാട്ടൊന്നും പാടിയിട്ടല്ല. എനിക്കിത് കരോക്കെ പാടി വലിയ ശരിയില്ല. പാടൂട്ടാ, വേണ്ടി വന്ന പാടും. നമ്മൾ മറ്റേ ഇപ്പൊ ഇവിടെ മാത്രമല്ല, എടമക്കരയുടെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ കരോക്കെ പാടുന്ന സ്ഥലങ്ങളുണ്ട്. വിപുലമായിട്ട് പാടുന്നത്. പിന്നെ ചെറുതായിട്ട് 2-3 പേരൊക്കെ ഇരുന്ന് കടയിലിരുന്ന് പാടുന്നവരൊക്കെ ഉണ്ട്. ചില ആൾക്കാർ മൈക്ക് സ്ട്രൈറ്റ് ഇങ്ങനെ ചരിച്ചു പിടിച്ച് വായിക്കുക പാടുന്നവരുണ്ട്, ഇങ്ങനെ പാടുന്നവരുണ്ട്, ഇങ്ങനെ പാടുന്നവരുണ്ട്. ഇതിലേതാണ് കറക്റ്റ്? ഇതാണ് ഈ സാധനങ്ങളും നമ്മുടെ മൈക്ക്. ഹലോ 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 ഇത്ര തന്നെ അകലം. ഹലോ ടോൺ മാറിയോ? ഹലോ 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 അതാണ്. അത്രോളം മൈക്ക് ഇങ്ങനെയൊന്നും പഠിക്കാനല്ല. അത് ഈ പഴയ സിനിമയിലൊക്കെയാണ്. ഈ സിനിമയിലെ മറ്റേ ശങ്കറൊക്കെ
ഇങ്ങനെ പഠിച്ചാ പാടാം. പഴയ പാട്ടൊക്കെ എടുത്ത് നോക്കൂ. ഇങ്ങനെ പഠിച്ചാ അത് നമ്മളെ പറ്റിക്കണായിരുന്നേ. അതുകൊണ്ട് പിന്നെ പിള്ളേര് കരോക്കെ ഇഷ്ടം പോലെ ആള്. അത് ഈ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്താണ് കുറെ ആളുകളെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ഇരുണ്ടടന്ന് പോയ സമയത്ത്. അപ്പൊ ഈ മറ്റേ സ്വർണ്ണക്കടലിലെ മൈക്കും കിട്ടി, ലൈറ്റും കത്തും. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് എല്ലാരും കൂടി വീട്ടിലിരുന്ന് അങ്ങനെ തുടങ്ങിയ ഒരു പാട്ട് വീടെന്ന് പറഞ്ഞൊരു ഫാമിലിയാണ്. ഭാര്യ ഭർത്താവ് മക്കളും കൂടി. അവർക്ക് ഇഷ്ടംപോലെ ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം കോഴിക്കോടുകാരാണ്, കോഴിക്കോട് കണ്ണൂരാണ്. ഇഷ്ടംപോലെ സ്റ്റേജ് പ്രോഗ്രാം നന്നായിട്ട് പാടുകയും ചെയ്തു. അപ്പൊ ആ വീട്ടമ്മയിലൊക്കെ ഉണ്ടായിരുന്ന കഴിവുകൾ ഇങ്ങനത്തെ ഒരു മീഡിയ വന്നതുകൊണ്ട് അവർ പൊടി തട്ടിയെടുത്ത് നല്ല നല്ല പാട്ടുകാരായി. അതുപോലെ ഇങ്ങനെയെല്ലാം പുറത്തൊക്കെ പോയി പാടണം. ഇവിടെ ഇതിന്റെ ഉള്ളിലും കടക്കുള്ളിലും മാത്രം ഒതുക്കിയാൽ പോരാ. അപ്പൊ ഇന്നത്തെ സാധനം നമുക്ക് ശ്രുതി പാടി നിർത്താം അല്ലേ? ഇങ്ങനൊരു കൂടിച്ചേരൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുമായിട്ട് കൂടിച്ചേർന്നതിന് പാട്ടും പറച്ചിലൊക്കെ എങ്ങനെയുണ്ട്. കുറെ രാഗപരിചയം പറഞ്ഞൊരു പരിപാടി, രാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സിനിമാ പാട്ടിലൂടെ അപ്പൊ സമയമെടുക്കും, കുറേയധികം സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഈ രാഗങ്ങളിലുള്ള പാട്ടുകൾ, സിനിമ പാട്ട്, നാടകാനങ്ങളൊക്കെ ആയിട്ട് അത്തരം കുറച്ച് പരിപാടികളും കൂടെയൊക്കെ നിങ്ങൾ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഗീത സംസ്കാരത്തിന് അത് വളരെ മുതൽക്കൂട്ടായിരിക്കും. തന്നെ ഇവിടെ ഇതിനു വേണ്ടി വിളിച്ചു വരുത്തിയ അതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും, മാത്രമല്ല ഇവിടെ ഇത്ര നേരം ഒന്നും പറയാതെ മറുത്തൊന്നും പറയാതെ ഇരുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വേദി വിടുന്നു. ഇപ്പൊ പാടാനുള്ള പാട്ടോടാനുള്ള ആവേശം ഇതിലിരിക്കണം. ഇവിടെ അനുഭവം കുറച്ചു നേരം കൂടി ഞാനിരുന്ന സ്ഥലത്താണ് എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഗുണകരവും ഉപയോഗപ്രദവുമായിട്ടുള്ള ടെക്നിക്കും ഉപദേശമൊക്കെ തന്ന ഉദയ മാഷിന് മ്യൂസിക് സോണിൻ്റെ നന്ദി.